ഹായ് എവ്രി വൺ. ഇംഗ്ലീഷ് ഗ്രാമറിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ആർട്ടിക്കിൾസ് എന്നുള്ളത്. ടോട്ടലി 3 ആർട്ടിക്കിൾസ് ആണ് ഇംഗ്ലീഷിലുള്ളത്. എ, ആൻ, ദ. ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഷോർട്ടായിട്ടുള്ള വേർഡ്സ് ആണ്. അപ്പോൾ ഇത് നമ്മൾ നൗണിന് മുന്നിൽ മാത്രമാണ് യൂസ് ചെയ്യാം. ആർട്ടിക്കിൾസ് ഏതെങ്കിലും ഒരു നൗണിന് മുന്നിൽ ആണ് നമ്മൾ യൂസ് ചെയ്യുക. നൗണിന് ശേഷം നമ്മൾ യൂസ് ചെയ്യില്ല. എപ്പോഴും ഒരു നൗണിന് മുന്നിലായിരിക്കും നമ്മൾ ആർട്ടിക്കിൾസിനെ കാണുന്നത്. ആർട്ടിക്കിൾസ് ആർ സ്മോൾ വേർഡ്സ് ദാറ്റ് ആർ ഓഫൺ യൂസ്ഡ് ബിഫോർ നൗൺ. ആർട്ടിക്കിൾസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എന്നും. ഇതിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിളായിട്ട് വരുന്നതാണ് ദ എന്ന് പറയുന്നത്. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആണ് എയും ആനും. ഇനി എന്താണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ, എന്താണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. എവിടെയൊക്കെ നമുക്ക് ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം, എവിടെയൊക്കെ നമുക്ക് ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. The definite article the is used to refer to a specific noun that is already known to the speaker and listener. It indicates that the noun is unique or particular. ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു നൗണിൻ്റെ മുന്നിൽ മാത്രമാണ് നമ്മൾ ദ ചേർക്കുന്നത്. അല്ലാണ്ട് ജനറൽ ആയിട്ടുള്ള നൗൺസിന് മുന്നിൽ നമ്മൾ ദ ചേർക്കാറില്ല. ജനറൽ ആയിട്ടുള്ള നൗൺസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ബോയ്, ക്യാറ്റ്, ഐസ്ക്രീം, അംബ്രല്ല, എലിഫൻറ്റ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതൊക്കെ ജനറൽ ആയിട്ടുള്ള നൗൺസാണ്. പക്ഷേ ഈ ജനറൽ ആയിട്ടുള്ള നൗൺസിനെ തന്നെ സ്പെസിഫൈ ചെയ്തിട്ട് നമ്മൾ പറയുന്ന സമയത്ത് ദ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ കൺഫ്യൂസ്ഡ് ആവേണ്ട, എവിടെയൊക്കെയാണ് നമ്മൾ ദ യൂസ് ചെയ്യുന്നത്, എവിടെയൊക്കെയാണ് ദ യൂസ് ചെയ്യാൻ പാടില്ലാത്തത് എന്നൊക്കെ നമ്മൾ പഠിക്കാനായിട്ട് പോവാണ്. എനിവേ എത്രയും ഓർത്തിരിക്കുക, ഒരു നൗണ് സ്പെസിഫൈ ചെയ്ത് പറയാനായിട്ട് അല്ലെങ്കിൽ ഒരു യുണീക്ക് ആയിട്ടുള്ള പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു നൗണിൻ്റെ മുന്നിൽ മാത്രമാണ് ദ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി നമുക്ക് ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കേസസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, വെൻ റെഫറിങ് ടു സംതിങ് സ്പെസിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും നൗണിൻ്റെ മുന്നിൽ നമുക്ക് ദ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു എക്സാമ്പിൾ നോക്കൂ. ദ ബുക്ക് ഓൺ ദ ടേബിൾ ബിലോങ്സ് ടു മീ. നോക്കി, ആ ടേബിളിലുള്ള ബുക്ക്, അപ്പോൾ നമ്മൾ ആ ബുക്കിനെ സ്പെസിഫൈ ചെയ്ത് പറയാണ്. ആ ഒരു ബുക്കിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, ആ ടേബിളിലുള്ള ബുക്ക് എൻ്റെതാണ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് നൗണിൻ്റെ കൂടെ ദ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ബുക്ക് എന്ന് പറയുന്നത് ജനറൽ ആയിട്ടുള്ളൊരു നൗണാണ്. ബട്ട് ആ ടേബിളിലുള്ള ബുക്ക് എന്ന് പറയുമ്പോൾ ആ ബുക്കിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ആ ബുക്ക് കിടക്കുന്നത് എവിടെയാണ്? ആ ടേബിളിലാണ് അല്ലേ. സോ ദാറ്റ് ബുക്ക് ബിലോങ്സ് ടു മീ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ദ ബുക്ക് എന്ന് നമ്മൾ ചേർത്തു. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ദ മാംഗോ ഐ എയ്റ്റ് യെസ്റ്റർഡേ വാസ് സോ സ്വീറ്റ് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ, ദ മാംഗോ ഞാൻ ഇന്നലെ കഴിച്ച ആ മാങ്ങ അല്ലേ. അപ്പോൾ അങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയുകയാണ്. ഒരുപാട് മാംഗോസ് ഉണ്ടാവാം, പക്ഷേ ഞാൻ പറയുന്നത് ഏത് മാംഗോയെക്കുറിച്ചാണ്? ദ മാംഗോ ഐ എയ്റ്റ് യെസ്റ്റർഡേ, ഇന്നലെ ഞാൻ കഴിച്ച ആ ഒരു മാങ്ങ. അപ്പോൾ ആ ഒരു മാങ്ങയെ സ്പെസിഫൈ ചെയ്ത് ഞാൻ പറയുകയാണ്. ഇങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയാനായിട്ട് നമ്മൾ ദ യൂസ് ചെയ്യേണ്ടതാണ് ഒരു നൗണിൻ്റെ മുന്നിൽ എന്ന് നിങ്ങൾ ഓർത്തിരിക്കാം. നെക്സ്റ്റ് കേസ് നോക്കൂ. വെൻ ടോക്കിംഗ് അബൌട്ട് യുണീക്ക് തിങ്സ്, യുണീക്ക് ആയിട്ടുള്ള തിങ്സിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ദ യൂസ് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. സൺ എന്ന് പറയുന്നത്, സൂര്യൻ എന്ന് പറയുന്നത് യുണീക്ക് ആയിട്ടുള്ളൊരു തിങ്ങാണ് അല്ലേ. അതുപോലെ തന്നെ മൂൺ, സ്റ്റാർസ്, ഇതെല്ലാം യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതുപോലെ യുണീക്ക് ആയിട്ടുള്ള തിങ്സിൻ്റെ കൂടെ നമുക്ക് ആർട്ടിക്കിളായിട്ടുള്ള ദ യൂസ് ചെയ്യാവുന്നതാണ് എന്നുള്ളത് ഓർത്തിരിക്കാം. മറ്റൊരു കേസ് നോക്കൂ. ബിഫോർ സൂപ്പർലേറ്റീവ്സ് ഓർ ഓർഡിനൽ നമ്പേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമുക്കറിയാം ഓരോ അഡ്ജക്റ്റീവിനും 3 ഡിഗ്രീസ് ഉണ്ട്. പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഇതിൽ ഈ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഏതെങ്കിലും നൗണിൻ്റെ മുന്നിൽ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു അഡ്ജക്റ്റീവിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങൾ നമ്മുടെ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യണം. ഒരു എക്സാമ്പിൾ നോക്കൂ. ഷീ ഈസ് ദ ബെസ്റ്റ് സ്റ്റുഡൻറ്റ് ഇൻ ദ ക്ലാസ്. ഷീ ഈസ് ദ ബെസ്റ്റ് സ്റ്റുഡൻറ്റ് ഇൻ ദ ക്ലാസ്. ബെസ്റ്റ് അല്ലേ. ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. ഗുഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഡിഗ്രിയാണ്, ബെറ്റർ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്, ബെസ്റ്റ് ആണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫ്ലവർ ഇൻ ദ ഗാർഡൻ എന്ന് പറയാണ്. ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുൾ, മോർ ബ്യൂട്ടിഫുൾ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ മോസ്റ്റ് ബ്യൂട്ടിഫുൾ എന്നുള്ളത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. സോ അതിന് മുന്നേ നമ്മൾ ദ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. നെക്സ്റ്റ് വൺ, ബിഫോർ നെയിംസ് ഓഫ് റിവേഴ്സ്, ഓഷ്യൻസ് ആൻഡ് മൗണ്ടെയിൻ റേഞ്ചസ്. റിവേഴ്സിൻ്റെ മുന്നിലും ഓഷ്യൻസിൻ്റെ മുന്നിലും മൗണ്ടെയിൻ റേഞ്ചസിൻ്റെ മുന്നിലൊക്കെ നമ്മൾ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ചേർക്കാറുണ്ട്. എക്സാമ്പിൾസ് നോക്കൂ. ദ ഹിമാലയാസ്, ദ നൈൽ,
ദ ആമസോൺ, ദ അറ്റ്ലാന്റിക് ഓഷ്യൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ദ യൂസ് ചെയ്യാറുണ്ട്. ദ യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കേസാണ് വിത്ത് പ്ലൂറൽ നൗൺസ് വെൻ റെഫറിങ് ടു എ സ്പെസിഫിക് ഗ്രൂപ്പ് എന്നുള്ളത്. അതായത് ഒരു എക്സാമ്പിൾ നോക്കൂ, ദ ആപ്പിൾസ് യു ബോട്ട് ആർ ഫ്രഷ്. അതായത് നീ വാങ്ങിച്ച ആപ്പിൾസ് എന്താണ്, ഫ്രഷ് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വാങ്ങിച്ച ആ ഒരു ആപ്പിളിനെ മൊത്തത്തിൽ ഒരു ഗ്രൂപ്പായിട്ട്, ഒരു പ്ലൂറൽ നൗണായിട്ട് പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുകയാണ് അല്ലേ. ഒരുപാട് ആപ്പിൾസ് ഉണ്ട്, പക്ഷേ നീ വാങ്ങിച്ച ആപ്പിളുകൾ എന്താണ്, ഫ്രഷ് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അല്ലെങ്കിൽ ആപ്പിൾ എന്താണ്, വെറും ഒരു ജനറൽ ആയിട്ടുള്ള നൗണാണ്, ദ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ദ ആപ്പിൾസ് യു ബോട്ട് ആർ ഫ്രഷ്. ദ ആപ്പിൾസ് എന്നുള്ളത് പ്ലൂറൽ ആയിട്ടുള്ള ഒരു നൗണാണ്, മാത്രമല്ല സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ വി ക്യാൻ യൂസ് ദ ഇൻ ദീസ് സിറ്റുവേഷൻസ്. ഓക്കെ. നെക്സ്റ്റ് വൺ, ബിഫോർ ദ നെയിംസ് ഓഫ് സ്പെസിഫിക് ലാൻഡ്മാർക്സ്, മോണ്യുമെൻറ്റ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ചില സ്പെസിഫിക് ആയിട്ടുള്ള ലാൻഡ്മാർക്സിൻ്റെ മുന്നിലും മോണ്യുമെൻറ്റ്സിൻ്റെ മുന്നിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ മുന്നിലും ഒക്കെ നമ്മൾ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ചേർക്കാറുണ്ട്. എക്സാമ്പിൾസ് നോക്കൂ, ദ ഈഫൽ ടവർ, ദ താജ്മഹൽ, ദ വൈറ്റ് ഹൗസ്. ഇതുപോലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ലാൻഡ്മാർക്സ്, മോണ്യുമെൻറ്റ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറയാനായിട്ട് നമ്മൾ ദ യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വൺ, ബിഫോർ പ്ലൂറൽ നെയിംസ് ഓഫ് കൺട്രീസ്, റീജിയൻസ് ഓർ ഐലൻഡ്സ്. പ്ലൂറലായിട്ടുള്ള കൺട്രീസിൻ്റെയോ റീജിയൻസിൻ്റെയോ ഐലൻഡ്സിൻ്റെയോ നെയിമിൻ്റെ മുന്നിൽ നമുക്ക് ദ യൂസ് ചെയ്യാവുന്നതാണ്. എക്സാമ്പിൾസ് നോക്കൂ, ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ദ UK, ദ നെതർലാൻഡ്സ്, ദ USSR, ദ UAE, ദ മാൽദീവ്സ് എന്നൊക്കെ പറയുമ്പോൾ പ്ലൂറൽ നെയിംസാണ് നമ്മൾ കാണുന്നത് അല്ലേ. അപ്പോൾ ഇതുപോലുള്ള നെയിംസിൻ്റെ കൂടെ നമുക്ക് ദ ചേർക്കാവുന്നതാണ്. നെക്സ്റ്റ് ഒരെണ്ണം, ബിഫോർ ദ നെയിംസ് ഓഫ് ന്യൂസ് പേപ്പേഴ്സ്, ബുക്സ് ആൻഡ് ഓർഗനൈസേഷൻസ്. എക്സാമ്പിൾ, ദ ടൈംസ് എന്ന് പറയുന്നത് ഒരു ന്യൂസ് പേപ്പറാണ് അല്ലേ. ദ ഹിന്ദു ന്യൂസ് പേപ്പറാണ്. ദ ബൈബിൾ എന്ന് പറയുമ്പോൾ ഒരു ഹോളി ബുക്കാണ് അല്ലേ. അതുപോലെ തന്നെ ദ യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷനാണ്. ഇതുപോലെ ന്യൂസ് പേപ്പറിൻ്റെയോ ബുക്സിൻ്റെയോ ഓർഗനൈസേഷൻസിൻ്റെയോ പേര് പറയുമ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ചേർക്കാവുന്നതാണ്. നെക്സ്റ്റ് വൺ, ബിഫോർ അഡ്ജക്റ്റീവ്സ് റെഫറിങ് ടു ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ മെൻഷൻ ചെയ്യുന്ന ഒരു അഡ്ജക്റ്റീവിൻ്റെ മുന്നിൽ ദ ചേർക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ദ റിച്ച്, ദ പുവർ, ദ എൽഡർലി എന്നൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് റിച്ച്, പുവർ എന്നൊക്കെ പറയുന്നത് അഡ്ജക്റ്റീവ്സ് ആണ്. അപ്പോൾ ഈ റിച്ച്, പുവർ എന്നൊക്കെ പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ് മെൻഷൻ ചെയ്യുന്നത് അല്ലേ. ദ റിച്ച് പീപ്പിൾ, ദ പുവർ പീപ്പിൾ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ് അവിടെ മെൻഷൻ ചെയ്യുന്നത്. സോ ഇത്തരത്തിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ റെഫർ ചെയ്യുന്ന അഡ്ജക്റ്റീവ്സിൻ്റെ മുന്നിൽ നമ്മൾ നമ്മുടെ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആഡ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ, ബിഫോർ ഇൻസ്ട്രുമെൻറ്റ്സ്. അതായത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരുടെ മുന്നിൽ നമ്മൾ ചില കേസിൽ ദ ചേർക്കാറുണ്ട്, ചില കേസിൽ ദ ചേർക്കേണ്ട ആവശ്യമില്ല. അതായത് ഇപ്പോൾ നമ്മൾ ഷീ പ്ലേസ് ദ പിയാനോ, ഹീ ഈസ് ലേണിംഗ് ദ ഗിറ്റാർ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ദ യൂസ് ചെയ്യണം. പ്ലേസ്, ലേണിംഗ് എന്നൊക്കെ വന്നതിന് ശേഷം ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ നെയിം വരികയാണെന്നുണ്ടെങ്കിൽ ദ നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഇൻ കേസ് ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ നെയിം ആദ്യമാണ് നമ്മൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഗിറ്റാർ ഈസ് എ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് എന്ന് നമ്മൾ പറയുന്ന സമയത്ത് ഗിറ്റാർ ആദ്യമാണ് വരുന്നത് അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ ഗിറ്റാറിന് മുന്നിൽ ദ ചേർക്കേണ്ട ആവശ്യമില്ല. ബട്ട് ഷീ പ്ലേസ് ദ ഗിറ്റാർ, അതല്ലെങ്കിൽ ഷീ പ്ലേസ് ദ പിയാനോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ദ ചേർക്കേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് നോക്കൂ, വിത്ത് ഓർഡിനൽ നമ്പേഴ്സ് വി ക്യാൻ യൂസ് ആർട്ടിക്കിൾ ദ. എക്സാമ്പിൾ, ദ ഫസ്റ്റ് പ്രൈസ്, ദ സെക്കൻഡ് ചാപ്റ്റർ എന്നൊക്കെ പറയുന്ന സമയത്ത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് തുടങ്ങിയിട്ടുള്ള ഓർഡിനൽ നമ്പേഴ്സിൻ്റെ മുന്നിൽ നമ്മൾ നിർബന്ധമായിട്ടും ദ ചേർത്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് വൺ, ബിഫോർ നെയിംസ് ഓഫ് ഗ്രൂപ്പ്സ് ഓഫ് ഐലൻഡ്സ്, ഡെസേർട്സ് ആൻഡ് സീസ്. ഡെസേർട്സിൻ്റെയും സീസിൻ്റെയും ഗ്രൂപ്പ്സ് ഓഫ് ഐലൻഡ്സിൻ്റെ നെയിമിൻ്റെ മുന്നിലൊക്കെ നമ്മൾ ദ ചേർക്കേണ്ടതായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ദ കരീബിയൻ, ദ സഹാറ, ദ മെഡിറ്ററേനിയൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇവരുടെ മുന്നിലൊക്കെ ദ ചേർത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഗ്രൂപ്പ്സ് ഓഫ് ഐലൻഡ്സിൻ്റെ മുന്നിലും ഡെസേർട്സ്, സീസിൻ്റെ മുന്നിലൊക്കെ നമ്മൾ എന്താണ് ദ ചേർക്കേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, ബിഫോർ യുണീക്ക് ഈവൻറ്റ്സ് ഓർ പീരീഡ്സ് ഇൻ ഹിസ്റ്ററി. ഹിസ്റ്ററിയിലെ യുണീക്ക് ആയിട്ടുള്ള ഈവൻറ്റ്സ് ഓർ പീരീഡ്സിൻ്റെ മുന്നിൽ നമ്മൾ ദ ചേർക്കാറുണ്ട്. എക്സാമ്പിൾ, ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, ദ റിനൈസൻസ്, ദ കോൾഡ് വാർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഇതെല്ലാം ഹിസ്റ്ററിയിൽ നമ്മൾ കാണുന്ന യുണീക്കായിട്ടുള്ള ഈവൻറ്റ്സ്, പീരീഡ്സ് ഒക്കെയാണ്. അപ്പോൾ അവരുടെ മുന്നിൽ നമ്മൾ എന്താണ് ദ എന്നുള്ള ആർട്ടിക്കിൾ ചേർക്കണം.
അപ്പോൾ നമ്മൾ ദാ ചേർക്കാൻ പറ്റുന്ന ഒരുപാട് കേസസ് നമ്മൾ പറഞ്ഞു. ഇനിയും ഉണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എപ്പോഴും ചോദിച്ച് കാണാവുന്ന ഒരുപാട് കേസസാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം കറക്റ്റായിട്ട് നോക്കുക. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള എല്ലാ കേസസും ഇൻ ഓൾ ദീസ് കേസസ് ദ സ്പെസിഫൈസ് ഓർ ഐഡൻറ്റിഫൈസ് എ പെർട്ടിക്കുലർ നൗൺ ഓർ സെറ്റ് ഓഫ് നൗൺസ് എന്നാണ് നമ്മൾ കാണുന്നത് അല്ലേ. അതായത് ഒരു നൗണിനെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് നൗണിനെയൊക്കെ സ്പെസിഫൈ ചെയ്ത് പറയാനായിട്ട് മാത്രമാണ് നമ്മൾ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതെങ്കിലും ഒരു നൗണിനെ സ്പെസിഫൈ ചെയ്ത് പറയാനോ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഒരു നൗണിൻ്റെ മുന്നിലൊക്കെ മാത്രമാണ് നമ്മൾ ദ യൂസ് ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കേസസ് തന്നെയാണ് നമ്മൾ ഇത്രയും നേരം കണ്ടിട്ടുള്ളത്. ഇനി എവിടെയൊക്കെയാണ് ദ നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ലാത്തത്, എക്സെപ്ഷണൽ കേസ് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ഒരെണ്ണം നോക്കൂ. ബിഫോർ പ്രോപ്പർ നൗൺസ് നെയിംസ് ഓഫ് പീപ്പിൾ, പ്ലേസസ് ഓർ ഓർഗനൈസേഷൻസ്. അതായത് ഏതെങ്കിലും വ്യക്തികളുടെയോ പ്ലേസിൻ്റെയോ ഓർഗനൈസേഷൻസിൻ്റെയോ ഒക്കെ പ്രോപ്പറായിട്ടുള്ള നൗണിൻ്റെ മുന്നിൽ നമ്മൾ ദാ ചേർക്കാനായിട്ട് പാടില്ല. ഫോർ എക്സാമ്പിൾ, ഷേക്സ്പിയർ റോട്ട് മെനി പ്ലേസ്, പാരീസ് ഈസ് എ ബ്യൂട്ടിഫുൾ സിറ്റി എന്നൊക്കെ പറയുന്ന സമയത്ത് ദ ഷേക്സ്പിയർ, ദ പാരീസ് എന്നൊന്നും നമ്മൾ ചേർക്കേണ്ടതായിട്ടില്ല. പക്ഷേ ഇവിടെ ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. When the proper noun refers to a well-known institution or landmark, we should use the before that noun അല്ലെങ്കിൽ ബിഫോർ ദാറ്റ് നെയിം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ദ താജ്മഹൽ. താജ്മഹൽ എന്നുള്ളത് ഒരു യുണീക്ക് ആയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു ലാൻഡ്മാർക്കാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മളെന്താണ് ദ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു വെൽ നോൺ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനോ ലാൻഡ്മാർക്കോ ആണെങ്കിൽ അവരുടെ പ്രോപ്പർ നൗണിന് മുന്നിൽ അല്ലെങ്കിൽ പ്രോപ്പർ നെയിമിന് മുന്നിൽ ദാ ചേർക്കാവുന്നതാണ്. അല്ലാത്ത കേസിൽ നമ്മൾ ദാ ഒഴിവാക്കണം പ്രോപ്പർ നൗൺസിന് മുന്നിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ഒരെണ്ണം നോക്കൂ. ബിഫോർ നെയിംസ് ഓഫ് ലാംഗ്വേജസ്. ലാംഗ്വേജസിൻ്റെ മുന്നിൽ നമ്മൾ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ചേർക്കേണ്ടതായിട്ടില്ല. ഷീ സ്പീക്സ് ഇംഗ്ലീഷ് ആൻഡ് ഫ്രഞ്ച്, ഐ ആം ലേണിംഗ് ഹിന്ദി എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അല്ലാണ്ട് ഷീ സ്പീക്സ് ദ ഇംഗ്ലീഷ് ആൻഡ് ദ ഫ്രഞ്ച് എന്നൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. സോ ഇങ്ങനെയുള്ള ലാംഗ്വേജസിൻ്റെ മുന്നിൽ നമ്മൾ ദ ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ചില കേസിൽ ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ഹിന്ദി എന്നൊക്കെ കഴിഞ്ഞിട്ട് ലാംഗ്വേജ് എന്നുള്ള വേർഡ് ചേർത്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഇതിന് മുന്നിൽ ദ ചേർക്കേണ്ടതായിട്ടുണ്ട്. ബ്രാക്കറ്റിൽ നോക്കിയേ, ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഫ്രഞ്ച് ലാംഗ്വേജ്, ഹിന്ദി ലാംഗ്വേജ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാംഗ്വേജ് എന്നുള്ള വേർഡ് കാണുന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ആയിട്ട് നമ്മൾ എന്താണ് ദ ചേർത്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് നിങ്ങൾ ബ്രാക്കറ്റിൽ കാണുന്നുണ്ടാവും അല്ലേ. അത്തരത്തിലുള്ള കേസിൽ ദ നമ്മൾ നിർബന്ധമായിട്ടും ചേർത്തിട്ടുണ്ടായിരിക്കണം ലാംഗ്വേജിൻ്റെ മുന്നിൽ എന്ന് ഓർത്തിരിക്കുക കേട്ടോ. നെക്സ്റ്റ് ഒരെണ്ണം നോക്കൂ. നൗൺസ് യൂസ്ഡ് ഇൻ എ ജനറൽ സെൻസ്. ജനറൽ സെൻസിൽ അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള നൗൺസിൻ്റെ മുന്നിൽ നമ്മൾ ദ ചേർക്കാറില്ല. ഫോർ എക്സാമ്പിൾ, ഓണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി, വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ ലൈഫ്, ലവ് ഈസ് എ യൂണിവേഴ്സൽ ഇമോഷൻ. ഇവിടെ ഓണസ്റ്റി, വാട്ടർ, ലവ് എന്നൊക്കെ പറയുന്നത് നൗൺസ് ആണ്, ജനറൽ സെൻസിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരുടെ മുന്നിലൊന്നും നമ്മൾ ദ യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ നൗൺസ് തന്നെ സ്പെസിഫൈ ചെയ്ത് പറയുന്ന ഒരു ഗ്രൂപ്പിൽ പെട്ടതാണെങ്കിൽ, ഈ നൗൺസ് തന്നെ സ്പെസിഫൈ ചെയ്ത് പറയുന്ന ഒരു സാഹചര്യം വന്നാൽ നമ്മൾ ആ നൗണിന് മുന്നിൽ തീർച്ചയായിട്ടും ദ ചേർക്കണം. എക്സാമ്പിൾ നോക്കൂ. ദ വാട്ടർ ഇൻ ദ ബോട്ടിൽ. നേരത്തെ നമ്മൾ വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ ലൈഫ് എന്ന് പറയുന്ന സമയത്ത് വാട്ടർ എന്നുള്ളത് ജനറൽ ആയിട്ടുള്ള സെൻസിലാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ദ യൂസ് ചെയ്തിട്ടില്ല. ബട്ട് ദ വാട്ടർ ഇൻ ദ ബോട്ടിൽ, ആ ബോട്ടിലെ വാട്ടർ എന്ന് പറയുമ്പോൾ ആ വാട്ടറിനെ അവിടെ സ്പെസിഫൈ ചെയ്ത് പറയാണ്. അങ്ങനെയുള്ള കേസിൽ ദ വാട്ടർ എന്ന് നമ്മൾ ചേർത്തു. അപ്പോൾ ഇത്തരത്തിൽ ഇതൊരു എക്സെപ്ഷൻ കേസാണ്. വാട്ടർ എന്ന് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജനറൽ നൗണ് സ്പെസിഫൈ ചെയ്ത് പറയുന്ന സമയത്ത് മാത്രമാണ് ദ ചേർക്കേണ്ടത്. അല്ലാത്ത കേസിൽ ദ ചേർക്കരുത്. നെക്സ്റ്റ് ഒരെണ്ണം നോക്കൂ. ബിഫോർ പ്ലൂറൽ നൗൺസ് വെൻ യൂസ്ഡ് ഇൻ എ ജനറൽ സെൻസ്. ജനറൽ സെൻസിൽ പ്ലൂറൽ നൗൺസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവരുടെ മുന്നിൽ ദ ചേർക്കേണ്ടതായിട്ടില്ല. ഫോർ എക്സാമ്പിൾ, ബേർഡ്സ് ഫ്ലൈ ഇൻ ദ സ്കൈ, സ്റ്റുഡൻസ് ഷുഡ് വർക്ക് ഹാർഡ് എന്നൊക്കെ പറയുന്ന സമയത്ത് ബേർഡ്സ്, സ്റ്റുഡൻസ് ഇവയൊക്കെ പ്ലൂറൽ ആയിട്ടുള്ള നൗൺസ് ആണ്. അവർക്ക് മുന്നിൽ നമ്മൾ ദ ചേർത്തിട്ടില്ല അല്ലേ. പക്ഷേ എക്സെപ്ഷൻ കേസ് എന്ന് പറയുന്നത് ഈഫ് റെഫറിങ് ടു സ്പെസിഫിക് ഗ്രൂപ്പ്സ് യൂസ് ദ എന്ന് പറഞ്ഞിട്ട് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ദ ബേർഡ്സ് ഇൻ മൈ ഗാർഡൻ. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പെസിഫൈ ചെയ്ത് പറയുന്ന പ്ലൂറൽ നൗൺസിൻ്റെ മുന്നിൽ നമ്മൾ ദ ചേർക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ബേർഡ്സ് ഫ്ലൈ ഇൻ ദ സ്കൈ എന്ന് പറയുമ്പോൾ എല്ലാ ബേർഡ്സിനെയും ജനറലായിട്ട് പറഞ്ഞിരിക്കണം, ജനറൽ സെൻസിൽ പറഞ്ഞിരിക്കണം. അവിടെ നമ്മൾ ദ യൂസ് ചെയ്യേണ്ട. ബട്ട് ഇവിടെ നമ്മൾ
സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. ദ ബേർഡ്സ് ഇൻ മൈ ഗാർഡൻ, എൻ്റെ ഗാർഡനിലുള്ള ബേർഡ്സ്. അവിടെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് അവർക്ക് അല്ലേ, സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെയുള്ള കേസിൽ പ്ലൂറൽ നൗൺസിൻ്റെ മുന്നിൽ നമ്മൾ ദ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മറ്റൊരു കേസാണ് ബിഫോർ നെയിംസ് ഓഫ് മീൽസ്. മീൽസിൻ്റെ നെയിംസിൻ്റെ മുന്നിൽ നമ്മൾ ദ ചേർക്കാനായിട്ട് പാടില്ല. ഒരു എക്സാമ്പിൾ നോക്കൂ. വി ഹാഡ് ലഞ്ച് അറ്റ് 1 PM. ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മീൽ ഓഫ് ദി ഡേ. ഇപ്പോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് എന്നൊക്കെ പറയുന്നത് മീൽസാണ്. അതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് നമ്മൾ ദ എന്നുള്ള ആർട്ടിക്കിൾ യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ ഒരു എക്സെപ്ഷൻ കേസ് ഉണ്ട്. വെൻ മീൽസ് ആർ സ്പെസിഫിക് വി ഷുഡ് യൂസ് ദ ആർട്ടിക്കിൾ ദ. ഒരു എക്സാമ്പിൾ നോക്കൂ. ദ ഡിന്നർ വി ഹാഡ് യെസ്റ്റർഡേ. അപ്പോൾ ജനറലായിട്ട് നമ്മൾ വി ഹാഡ് ലഞ്ച് അറ്റ് 1 PM എന്നൊക്കെ പറയുന്ന സമയത്ത് ലഞ്ചിന് മുന്നിലൊന്നും ദ ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ദ ലഞ്ച് വി ഹാഡ് യെസ്റ്റർഡേ വാസ് സോ ഡെലീഷ്യസ് എന്നൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് ആ ഒരു ലഞ്ചിനെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയുകയാണ് ചെയ്യുന്നത് അല്ലേ. ദ ഡിന്നർ വി ഹാഡ് യെസ്റ്റർഡേ, ഇന്നലെ ഞങ്ങൾ കഴിച്ച ആ ഒരു ഡിന്നർ. അപ്പോൾ അവിടെ നമ്മൾ ആ ഒരു ഡിന്നറിനെ സ്പെസിഫൈ ചെയ്ത് പറയുകയാണ്. ഇത്തരത്തിലുള്ള കേസിൽ നമ്മൾ മീൽസിന് മുന്നിൽ ദ ചേർക്കാവുന്നതാണ്. അല്ലെങ്കിൽ ജനറലായിട്ട് പറയുന്ന സമയത്ത് മീൽസിന് മുന്നിൽ ദ ചേർക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, ബിഫോർ നെയിംസ് ഓഫ് ഗെയിംസ് ആൻഡ് സ്പോർട്സ്. ഗെയിംസ് ആൻഡ് സ്പോർട്സിൻ്റെ നെയിംസിൻ്റെ മുന്നിൽ നമ്മൾ ദ ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു എക്സാമ്പിൾ നോക്കൂ. ഐ ലവ് പ്ലേയിങ് ഫുട്ബോൾ. ക്രിക്കറ്റ് ഈസ് എ പോപ്പുലർ സ്പോർട്ട് ഇൻ ഇന്ത്യ. അപ്പോൾ ഇവിടെ ഫുട്ബോൾ, ക്രിക്കറ്റ് എന്നൊക്കെ പറയുന്നത് ഗെയിംസ് ആണല്ലേ, സ്പോർട്സ് ആണല്ലേ. അപ്പോൾ അവരുടെ നെയിമിൻ്റെ മുന്നിൽ നമ്മൾ എന്താണ് ദ ചേർത്തിട്ടില്ല. നെക്സ്റ്റ്, ബിഫോർ നെയിംസ് ഓഫ് മോസ്റ്റ് കൺട്രീസ്, കോണ്ടിനെൻറ്റ്സ് ആൻഡ് സിറ്റീസ് വി ഡു നോട്ട് യൂസ് ദ ആർട്ടിക്കിൾ ദ. അപ്പോൾ ഇന്ത്യ ഈസ് എ ഡൈവേഴ്സ് കൺട്രി, ആഫ്രിക്ക ഈസ് എ ലാർജ് കോണ്ടിനെൻറ്റ്, ഐ ലിവ് ഇൻ ന്യൂയോർക്ക് എന്നൊക്കെ പറയുന്ന സമയത്ത് ന്യൂയോർക്ക്, ആഫ്രിക്ക, ഇന്ത്യ ഇവരുടെ മുന്നിലൊന്നും നമ്മൾ ദ ചേർക്കുന്നില്ല. ബട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂസ് ദ ഫോർ കൺട്രീസ് വിത്ത് പ്ലൂറൽ നെയിംസ് ഓർ ഡിസ്ക്രിപ്റ്റീവ് ഫോംസ് അല്ലേ. പ്ലൂറൽ ആയിട്ടുള്ള നെയിംസ് ഉള്ള കൺട്രീസ്, ഡിസ്ക്രിപ്റ്റീവ് ഫോംസ് ഉള്ള കൺട്രീസിൻ്റെ നെയിമിൻ്റെ മുന്നിലൊക്കെ നമ്മൾ എന്താണ് ദ ചേർക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ദ നെതർലാൻഡ്സ്, അതുപോലെ തന്നെ ദ USSR, ദ UAE എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കേസിലല്ലാണ്ട് നമ്മൾ ദ ചേർക്കാറില്ല മോസ്റ്റ് ഓഫ് ദ കൺട്രീസിൻ്റെയും കോണ്ടിനെൻറ്റ്സിൻ്റെയും സിറ്റീസിൻ്റെയും നെയിംസിൻ്റെ മുന്നിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ ദ ചേർക്കാൻ പാടില്ലാത്തൊരു കേസാണ് ബിഫോർ അക്കാദമിക് സബ്ജക്ട്സ് എന്നുള്ളത്. അക്കാദമിക് സബ്ജക്ട്സിന് നമ്മൾ ജനറലായിട്ടാണ് പറയുന്നത്. സോ നമുക്ക് ദ ചേർക്കേണ്ട ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ ഷീ ഈസ് സ്റ്റഡിയിങ് മാത്തമാറ്റിക്സ്, ഹിസ്റ്ററി ഈസ് ഹെർ ഫേവറേറ്റ് സബ്ജക്റ്റ് എന്നൊക്കെ പറയുന്ന സമയത്ത് മാത്തമാറ്റിക്സ്, ഹിസ്റ്ററി എന്നൊക്കെ പറയുന്നത് ജനറൽ കേസിൽ നമ്മൾ പറയുന്നതാണ്. സോ വി ഡു നോട്ട് യൂസ് ആർട്ടിക്കിൾ ദ. നെക്സ്റ്റ്, ബിഫോർ നെയിംസ് ഓഫ് ഡേയ്സ്, മന്ത്സ് ആൻഡ് ഫെസ്റ്റിവൽസ്. എക്സാമ്പിൾ നോക്കൂ. മൺഡേ ഈസ് ദ ഫസ്റ്റ് ഡേ ഓഫ് ദ വീക്ക്, ക്രിസ്മസ് ഈസ് സെലിബ്രേറ്റഡ് വേൾഡ് വൈഡ് എന്നൊക്കെ പറയുന്ന സമയത്ത് മൺഡേ, ക്രിസ്മസ് തുടങ്ങിയിട്ടുള്ള വേർഡ്സിൻ്റെ മുന്നിലൊന്നും, നൗണിൻ്റെ മുന്നിലൊന്നും നമ്മൾ ദ ചേർത്തിട്ടില്ല. സോ ഡേയ്സ്, മന്ത്സ് ആൻഡ് ഫെസ്റ്റിവൽസ് പറയുന്ന സമയത്ത് നമ്മൾ ദ ചേർക്കേണ്ട ആവശ്യമില്ല. മറ്റൊരു കേസാണ് ബിഫോർ പൊസസീവ് നൗൺസ് ഓർ പ്രോനൗൺസ് എന്നുള്ളത്. എക്സാമ്പിൾ നോക്കൂ. ദിസ് ഈസ് മൈ ബുക്ക്, ദാറ്റ് ഈസ് ജോൺസ് ഹൗസ്. അപ്പോൾ ഇവിടെ മൈ ബുക്ക്, ജോൺസ് ഹൗസ് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു പൊസിഷനാണ് കാണിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള നൗൺസ് ഓർ പ്രോനൗൺസിൻ്റെ മുന്നിൽ നമ്മൾ ദ ചേർക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഡെഫിനിറ്റ് ആർട്ടിക്കിളായിട്ടുള്ള ദ എവിടേക്ക് യൂസ് ചെയ്യാം, എവിടേക്ക് യൂസ് ചെയ്യാൻ പാടില്ല, ഒരുപാട് എക്സെപ്ഷണൽ കേസുകൾ ഉണ്ടായിരുന്നു, അത് ഏതൊക്കെയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഒരുപാട് കേസസ് ദ യൂസ് ചെയ്യാൻ പറ്റുന്നതും പറ്റാത്തതുമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ബാക്കിയുള്ളവർക്ക് കൂടെ യൂസ്ഫുൾ ആയിരിക്കും അത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആയിട്ടുള്ള എയും ആനും അവരുടെ യൂസേജസ് ഒക്കെയാണ്. അത് നമുക്ക് ഈ ക്ലാസ്സിൻ്റെ സെക്കൻഡ് പാർട്ടിലൂടെ നമുക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് വരുന്നത് വരെ ബൈ.